ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റാഗി വെച്ച് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി അപ്പം റെഡിയാക്കാം. ഇത് നമുക്ക് കറികളുടെ കൂടെ മാത്രമല്ല, കറികളില്ലാതെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. റാഗി അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് 2 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ റാഗി ഒന്ന് പൊടിച്ചെടുത്തിട്ടും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/4 കപ്പോ 1/2 കപ്പോ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ സൈഡ്സ് എല്ലാം കുറച്ചുകൂടെ നന്നായി ക്രിസ്പി ആയി കിട്ടും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കറികളും കൂടി ചേർത്ത് കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റാഗിയും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുറച്ച് തേങ്ങാവെള്ളവും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വെറും തേങ്ങാവെള്ളം മാത്രം വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായി ഫെർമെൻ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചായി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് തേങ്ങാവെള്ളവും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാറ്ററിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 ടീസ്പൂണിന് പകരം 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റാഗി ബാറ്റർ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇത് ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പം ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ അല്പം വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പം ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അപ്പമായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു അപ്പം പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ ഒന്ന് ചുറ്റിച്ചെടുക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ അപ്പം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഹോൾസ് എല്ലാം വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിറയെ ബബിൾസ് എല്ലാം വന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡ്സ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മിഡിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇനി ബാലൻസുള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഡയബറ്റിക് ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം റാഗി കഴിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും റാഗി ദോശയും റാഗി കഞ്ഞിയും എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഏത് കറി വെച്ച് വേണമെങ്കിലും ഈ അപ്പം നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ റാഗി അപ്പം എല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്.
അരികെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മിഡിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.